മതനിരപേക്ഷ ശക്തികളുടെ മുന്നേറ്റം ഇന്ത്യയിൽ പ്രകടമാകുന്ന ഒന്നായിട്ട് വേണം ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കാൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ട്രംപ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മംദാനി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണെന്നാണ്. അയ്യോ അയാൾക്ക് ഭ്രാന്താണ്. അമേരിക്കയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു ശത്രുത പോലെയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനും കൂടിയായാലോ? അപ്പുകുട്ടാ, നിനക്ക് ചെവിയിൽ പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരമായി. ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംദാനിയെ കോയിന്ദൻ സഖാവ് അഭിനന്ദിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. സ്വാഭാവികമായും ഒരു സംശയം തോന്നാം, മംദാനി അങ്ങ് ന്യൂയോർക്കിൽ മേയറായതിന് ഈ അമ്മാവൻ എന്തിനാണ് ഇങ്ങനെ രോമാഞ്ച കഞ്ചുകനാകുന്നതെന്നും. നമ്മളാരും സ്വപ്നത്തിലേ വിചാരിച്ചില്ല ഇത്രയും ചെറുപ്പക്കാരിയായ ഒരു മേയർ ഇത്രയും വലിയ പകൽ കൊള്ള ഒരു മേയർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നടത്തുമെന്ന് നമ്മൾ ആരും തന്നെ വിചാരിച്ചില്ല. അവർ വരുമ്പോൾ ന്യൂയോർക്ക് മേയറാകാനുള്ള ശ്രമം മംദാനി തുടങ്ങിയത് ആര്യ രാജേന്ദ്രനെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണെന്നാണ് സഖാവ് പറഞ്ഞു വെക്കുന്നത്. ഈ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മംദാനിക്ക് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി മേയറായിട്ട് ഇനി എന്നാണ് ന്യൂയോർക്കിൽ വരിക എന്ന കാര്യം ട്വിറ്ററിൽ പങ്കുവെച്ചത് ഇവിടെ ഈ തിരുവനന്തപുരം മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിലാണ്. അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അനിയൻ ആഗ്രഹിക്കുന്നു. ട്രംപ് മംദാനിയെ വിശേഷിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് ഭീകരനെന്നാണ്. 5 വർഷം മുൻപ് മേയർ അമ്മയുടെ സ്ഥാനാരോഹണം ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ മംദാനി ആവേശം കൊണ്ടു. ഇപ്പോ തിരിച്ച് സഖാവ് പുളകം കൊള്ളുന്നു. ഇത്ര ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു യുവതി കേരളം പോലെയുള്ള അതിൻ്റെ തലസ്ഥാന പട്ടണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നഗരസഭയുടെ കോർപ്പറേഷൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ്. അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാന് വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. അദ്ദേഹത്തിന് ആവേശകരമായൊരു പശ്ചാത്തലമാണ് ഇത് ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം ട്വിറ്ററിൽ എഴുതി. എന്തായാലും ആ ഉപ്പമ്മ വേറെ ലെവലാടാ നീ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ന്യൂയോർക്കിൻ്റെ മേയറാവുക എന്നാണെന്ന് ട്വിറ്ററിൽ എഴുതിയത്. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മേയറായിട്ട് വന്ന ആര്യ രാജേന്ദ്രൻ എന്ന അന്നത്തെ 21 വയസ്സുകാരിയെ ശ്ലാഘിച്ചുകൊണ്ട് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ച ആ ആവേശകരമായ ഒരു ചിത്രം തനിക്ക് തന്നെ സൃഷ്ടിക്കാനാവുമെന്ന ശ്രമം അദ്ദേഹം ആരംഭിച്ചു എന്ന് വേണം 5 കൊല്ലം മുമ്പുള്ള ട്വിറ്ററിൻ്റെ പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. ഇവൻ ഇത്രയും വലിയ ആളായ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇത് മേയർ അമ്മയുടെ അഭിനന്ദന തള്ളിന്റെ അത്ര പോരാ. ജനകീയ ആസൂത്രണ മാതൃക പഠിക്കാൻ മംദാനിയെ ഇങ്ങ് കേരളത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ. പിന്നെ പറയുന്ന നീതി, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുണ്ടത്രേ. ഈ ആദർശങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാലേ ഇനി ദിവസം തികയൂല. KSRTC ഡ്രൈവറുടെ ജോലി കളയുന്ന ആദർശം, പൊങ്കാലയുടെ പേരിൽ ചിക്കൻ ഫ്രൈ അടിക്കുന്ന ആദർശം, ഇഷ്ടികകൾ അപ്രത്യക്ഷമാക്കുന്ന മാജിക്ക്, അതും അല്ലെങ്കിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റി ലിസ്റ്റ് ഉണ്ടാക്കുന്ന മറ്റൊരാദർശം. അങ്ങനെ പോകും ആദർശ കണക്ക്. അയ്യോ, ഈ കേരയിൽ വരുമ്പോഴേ അപ്പക്കച്ചവടത്തിന് നേതൃത്വം നൽകാൻ പോകുന്ന കോയിന്ദൻ സഖാവ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങ് തുടർന്നാട്ടെ. ഒരിടതുപക്ഷ ധാര ലോകത്ത് ശക്തിപ്പെടുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ അമേരിക്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കും. അടിമകൾ പുളകിതരാകുന്ന വാക്കുകൾ. രാജ്യത്തെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോകത്തിൻ്റെ പ്രസിഡന്റ് ചമയുന്ന ട്രംപിനെ പോലുള്ളവരുമെല്ലാം. ലോകത്തിന്റെ പ്രസിഡന്റ് ചമയുന്ന ട്രംപ് അമേരിക്കയുടെയെങ്കിലും പ്രസിഡന്റ് ആണല്ലോ, അല്ലാതെ കുണ്ടറ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസിഡന്റ് അല്ലല്ലോ. അപ്പോൾ സഖാവിൻ്റെയും പരിവാരങ്ങളുടെയും തള്ളുകൾ തുടരും. നമുക്ക് പിന്നെ കാണാം.
ശ്ശെ.